എഗ്ഗ് ഒക്കെ കൂടിയിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെ നോക്കാം. നമുക്ക് നോക്കാം എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട വേണം, 1/4 ഗ്ലാസ് മിൽക്ക്, പിന്നെ കുരുമുളകിൻ്റെ പൊടി. കുരുമുളകിൻ്റെ പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പിന്നെ ചോപ്പ് ചെയ്തെടുത്ത മല്ലിയില അതും കുറച്ച് ചേർക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 നുള്ള് മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഓയിലും വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുട്ടയും കൊണ്ടുള്ളൊരു മിക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് നമുക്ക് മുട്ട ചേർക്കാം, മിൽക്ക് ചേർക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ മിൽക്ക് മതിയാവും. അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി ചേർക്കാം, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ ചോപ്പ് ചെയ്ത് വെച്ചേക്കണ മല്ലിയില ചേർക്കാം. ഇതെല്ലാം കുറേശ്ശെ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാനുള്ള മുട്ടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ സ്ലൈസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ബ്രെഡ് എടുക്കുക. ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ടോസ്റ്റ് ചെയ്തെടുക്കാനുള്ള പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണയൊന്ന് ഒഴിക്കാം. ഈ ബ്രെഡിൻ്റെ ഓരോ സ്ലൈസ് എടുത്തിട്ട് ഈ മുട്ടയുടെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്യാം. ഇത് ഈ പാനിലേക്ക് ഇടാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി. കൂടുതൽ നേരം ബ്രെഡ് ഈ മുട്ടയുടെ മിക്സിൽ ഇടരുത്. ഇതൊരു സൈഡ് മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡും കൂടിയും തിരിച്ചിടാം. ഇതിപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്, മറ്റേ സൈഡ് തിരിച്ചിടാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഈ ബ്രെഡിൻ്റെ ഈ സൈഡൊക്കെ നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പോൾ ബ്രെഡ് നന്നായിട്ട് ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാതെ. ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡും ഇങ്ങനെ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കുമ്പോൾ പതുക്കെ ഒന്ന് ചൂടാറിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ചൂടോടുകൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും.